എത്തിയിരിക്കുന്നത് സൗത്ത് അട്ടാറ റെസിഡൻസ് അസോസിയേഷനിലാണ്. ഇവിടുത്തെ മെമ്പേഴ്സും കുട്ടികളും ഫുട്ബോൾ പ്രേമികളായ ഇവരെ നമുക്ക് ഒന്ന് പരിചയപ്പെടാം. അപ്പൊ വേൾഡ് കപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും എക്സൈറ്റഡ് ആണോ? ശരിക്കും എക്സൈറ്റഡ് ആണോ? ഓക്കെ, പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നമ്മളുടെ ഈ യാത്രയുടെ മെയിൻ ലക്ഷ്യം ഫുട്ബോളിനെ പറ്റി നമ്മൾ സംസാരിക്കുമെങ്കിലും ഫുട്ബോളിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിലും നമ്മുടെ മെയിൻ ലക്ഷ്യം ഫുട്ബോൾ ഒന്നുമല്ല. നമ്മുടെ മെയിൻ ലക്ഷ്യമാണ് ലഹരിമുക്ത ബാല്യം, ലഹരിമുക്ത ഭാരതം. കളിക്കളമാണ് ലഹരി. ഈ കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും നമുക്ക് കളിക്കളത്തിൽ എത്തിക്കാൻ സാധിക്കണം. 10ാം നമ്പർ ജേഴ്സി അന്ന് മുതലാണ് ഈ 10ാം നമ്പർ ജേഴ്സിയുടെ വിലയും ഫുട്ബോളിന്റെ വിലയും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിനുശേഷം ആ മഹാ ഫുട്ബോൾ കഥാപാത്രം അങ്കമാലിയുടെ മണ്ണിൽ കാലുകുത്തി ബോബി ചെമ്മണ്ണൂരിന്റെ സഹായത്തോടെ ആ വികാരം ഞങ്ങൾ ദുബായിൽ നിന്നുകൊണ്ട് കണ്ടറിഞ്ഞതാണ്. ഗോൾഡ് ഷോ. അതിന് അങ്ങനെ ഒരു താല്പര്യത്തിലേക്ക് വന്ന ഈ കൂട്ടായ്മയ്ക്ക് അട്ടാറ സൗത്ത് റെസിഡൻസ് അസോസിയേഷന്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും നന്ദിയും. 1 2 3 താങ്ക് യു. പ്രിയരെ, നമുക്കിങ്ങനെ ഒരു സുവർണാവസരം കിട്ടിയത് വളരെ സന്തോഷകരമായ അനുഭവമാണ്. സൗത്ത് അട്ടാറ റെസിഡൻസ് അസോസിയേഷൻ പുതുതലമുറയ്ക്ക് ലഹരി വിമുക്ത ഭാരതം സൃഷ്ടിക്കുന്നതിനും അതുപോലെ തന്നെ നന്മയുടെ പാതയിൽ വളരുന്നതിനും കായിക രംഗത്ത് ശോഭിക്കുന്നതിനുമൊക്കെ ഇത് അവസരമാകട്ടെ. സൗത്ത് അട്ടാറ റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് എന്നോ കുര്യാച്ചൻ ചേട്ടൻ മുൻ പഞ്ചായത്ത് മെമ്പർ കൂടിയാണ്. അതുപോലെ എൻ്റെ അധ്യാപകനാണ് ആൻറ്റി സാറ്. ഇവിടുത്തെ പ്രമുഖ വ്യക്തിത്വങ്ങളാണ് ഇതിൽ അണിനിരന്നിട്ടുള്ളത്. എല്ലാവർക്കും പ്രത്യേകം അഭിനന്ദനം. ജപ്പാനിലും അല്ലല്ല, ഞാൻ പറഞ്ഞു ഈ വർഷത്തെ വേൾഡ് കപ്പ് ജൂൺ 14 അമേരിക്ക, കാനഡ, മെക്സിക്കോ മൂന്ന് രാജ്യങ്ങളിലായിട്ട് നടക്കും. 104 മത്സരങ്ങളുണ്ട്. അതായത് ഇത് 23ാമത്തെ വേൾഡ് കപ്പാണ്. 1930 തുടങ്ങി 2026 നടക്കാൻ പോകുമ്പോൾ 23ാമത്തെ വേൾഡ് കപ്പാണ്. ഈ വേൾഡ് കപ്പ് 3 രാജ്യങ്ങളിലായി നടക്കുന്നു. 104 മത്സരങ്ങൾ. ഏറ്റവും ഇഷ്ടപ്പെട്ട ആ കളിക്കാരനാണ് നമ്മുടെ ഇവിടുത്തെ റെസിഡൻഷ്യൽ അസോസിയേഷന്റെ പ്രസിഡന്റാണ്. അദ്ദേഹത്തിന് വേൾഡ് കപ്പിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? വേൾഡ് കപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ 90% രാത്രിയായിരിക്കും കളി നടക്കുന്നത്. നമ്മൾ ഉറക്കം ഒളിച്ച് ഫുൾ ടൈം കണ്ട് നമ്മൾ അതിൽ സന്തോഷം നേരുന്ന വ്യക്തിയാണ് ഞാൻ. അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നമ്മളുടെ ഈ യാത്രയുടെ മെയിൻ ലക്ഷ്യം ഫുട്ബോളിനെ പറ്റി നമ്മൾ സംസാരിക്കുമെങ്കിലും ഫുട്ബോളിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിലും നമ്മുടെ മെയിൻ ലക്ഷ്യം ഫുട്ബോൾ ഒന്നുമല്ല. നമ്മുടെ മെയിൻ ലക്ഷ്യമാണ് ലഹരിമുക്ത ബാല്യം, ലഹരിമുക്ത ഭാരതം. കളിക്കളമാണ് ലഹരി. ഈ കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും നമുക്ക് കളിക്കളത്തിൽ എത്തിക്കാൻ സാധിക്കണം. അവർ കളിക്കളത്തിൽ എത്തിക്കഴിഞ്ഞാൽ മറ്റു ലഹരിയിലേക്ക് പോകില്ല. അങ്ങനെ ഒരു തോട്ടിനെ പറ്റി മാഷിക്ക് എന്താ പറയുന്നത്? കുറിച്ച് പറയുമ്പോൾ വളരെ പരിതാപകരമാണ് കേരളത്തിന്റെ അവസ്ഥ. അതായത് മദ്യം നിരോധനം നടത്തുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നേരെ മറിച്ചാണ്. എത്രമാത്രം വിറ്റഴിക്കാൻ പറ്റുന്നോ അത്രമാത്രം ശ്രമിച്ചതാണ് ഇപ്പോഴത്തെ ഗവൺമെന്റ് തന്നെ. അവസ്ഥയിലാണ് നിൽക്കുന്നത്. അത് 2 മാസം കഴിഞ്ഞു കേരളം പദോഗതി തന്നെയാണ്. മദ്യത്തിൽ കുളിച്ച് നടക്കാണ്. മദ്യം എന്താണെന്ന് ശരിക്കും പറഞ്ഞാൽ കുടുംബങ്ങൾ തകർന്നുപോയി, സാമ്പത്തിക മേഖല തകർന്നുപോയി, ആരോഗ്യ മേഖല തന്നെ മദ്യത്തിൽ അടിപ്പെട്ടു പോയി. പലരുടെയും വളരെ ദയനീയമായ അവസ്ഥയിലാണ് ഓരോ കുടുംബം ജീവിതം. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഒത്തിരി പറയാനുണ്ട്. പലരും പറയാൻ അവസരങ്ങളോടുകൂടി ഞാൻ നിർത്തുന്നു. ഹലോ ജെന്റിൽമാൻ, ഏറ്റവും ഇഷ്ടപ്പെട്ട കളിക്കാരനാരാ? ഫുട്ബോൾ ഇഷ്ടമാണോ? ആരാ നല്ല ഏറ്റവും ഇഷ്ടപ്പെട്ട കളിക്കാരനാരാ? മെസ്സിയാ? അർജന്റീനയുടെ മെസ്സി. ഇവിടെ മോനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ടീം ഏതാ? അർജന്റീന. ഇവിടെ പോർച്ചുഗൽ. പോർച്ചുഗൽ. ഏറ്റവും ഇഷ്ടപ്പെട്ട കളിക്കാരനാരാ? റൊണാൾഡോ. മെസ്സിക്ക് മാത്രമല്ല ഫാനുള്ളൂ കേട്ടോ. റൊണാൾഡോക്ക് ഫാൻസ് ഉണ്ട് ഇവിടെ. ചേച്ചിക്ക് എന്താ പറയുക? അങ്ങനെ പറയണ്ടേ? പറ.
മദ്യലഹരിയിൽ നിന്ന് മാറി നമ്മള് കായിക ലഹരിയിലേക്ക് മാറണം. അതിനകത്ത് ഭാഗമായിട്ട് ഫുട്ബോൾ കളി വളരെ ഓരോ പ്രദേശത്തുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ ഗ്രൗണ്ടിൽ എത്തിക്കണം. ഗ്രൗണ്ടിലെത്തിയാൽ അവർ ഈ മറ്റുള്ള സൗകര്യങ്ങളില്ലാതെ വരുമ്പോഴാണ് മറ്റുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് പോവുക. അപ്പോൾ കുട്ടികളെ ഗ്രൗണ്ടിലെത്തി